പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കണ്ണിന്മണി മിന്നുമഴകേ സ്നേഹമോറും കുഞ്ഞു പൈതലേ, ബേത്ലഹേമിലായി വന്നു പിറന്ന കൺമണി ദൈവ പൈതലേ. കണ്ണിന്മണി മിന്നുമഴകേ സ്നേഹമോറും കുഞ്ഞു പൈതലേ, ബേത്ലഹേമിലായി വന്നു പിറന്ന കൺമണി ദൈവ പൈതലേ. മഞ്ഞു നിറഞ്ഞ ബേത്ലഹേമിലായി ദൈവപുത്രൻ ജാതനാ, സ്നേഹവുമാ നിത്യജീവനുമായി ജാതനായിതാ ബേത്ലഹേമിൽ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഡിസംബർ 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഡിസംബർ 25 ലോകം മുഴുവൻ നന്മയുടെ ദിവസമായി കാണുകയാണ്. വലിയവനായ യേശു കർത്താവ് ഭൂമിയിലേക്ക്, ലോകത്തിൻ്റെ രക്ഷിതാവ്, മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ ലോകത്തിൽ പിറന്ന ദിവസമായി, അല്ലെങ്കിൽ ക്രിസ്മസായി ലോകം മുഴുവൻ ആഘോഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് യേശു ജനിച്ച ദിവസമായി വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ദിവസത്തിൽ സന്തോഷിക്കാം. നിങ്ങൾക്കേവർക്കും ക്രിസ്മസ് വിശ്വസുകൾ ആശംസിക്കുകയാണ്. കർത്താവ് വലുതായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കട്ടെ. ആയതിനാൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് അടുക്കാം. കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചവർ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ, ഈ ക്രിസ്മസ് ദിനത്തിൽ നാം അനുഗ്രഹിക്കപ്പെട്ട വചനം ചിന്തിക്കുമ്പോൾ യേശു കർത്താവിന്റെ ജനനത്തോട് തുറന്നാണ് ഈ വചന സന്ദേശം നാം ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ആട്ടിടയന്മാരുടെ നടുവിലേക്കാണ് ആദ്യം ദൂതൻ ഇറങ്ങി വരുന്നത്. തങ്ങളുടെ ആടുകൾക്ക് കാവൽ നിൽക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇതാ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ദൂതൻ അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, മത്തായിയുടെ സുവിശേഷവും മലാക്കി പ്രവചനവും തമ്മിൽ 400 വർഷത്തെ അന്തരമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ 400 വർഷവും ഇരുട്ടിന്റെ യുഗമായി അറിയപ്പെടുകയാണ്. ഒരു ദൈവശബ്ദമില്ലാത്ത, ഒരു പ്രവചന ശബ്ദമില്ലാത്ത സമയമായി കാണപ്പെടും. ആകയാൽ ഇനി മുമ്പോട്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറയുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ജനിച്ചത്. മഹാ സന്തോഷത്തെയാണ് ദൂതന്മാർ വെളിപ്പെടുത്തിയത്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരില്ലായിരുന്നു. ഒരു ദൈവശബ്ദം പറയുവാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം അതിനകത്ത് അടങ്ങിയിരിക്കുന്നില്ല. ദൂത് ഈ പ്രഭാതത്തിൽ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി ആരും സഹായിക്കാനില്ല, ഒരു വഴിയില്ലെന്ന് പറഞ്ഞാലും ദൈവ നിയോഗമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. യേശുവിന്റെ ജനനത്തിൽ ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ ദൂതന്മാരാണ് സന്തോഷ വാർത്ത വെളിപ്പെടുത്തിയത്. എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ചലിക്കുവാൻ പോവുകയാണ്. വലിയ ആഴത്തിലുള്ള ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാൻ. എൻ്റെ ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ അടുക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനനമെടുക്കുവാൻ ഒരു കന്യകയാണ് തിരഞ്ഞെടുത്തത്. അവളുടെ ഉദരം കർത്താവ് കടമെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജനനമെടുക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ആ വാക്യത്തിനകത്തേക്ക് വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളിലേക്ക്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ
27 വാക്യം. ദാവീദ് ഗ്രഹത്തിലുള്ള യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, 26, 27 വാക്യങ്ങളിൽ ആരും അറിയാത്ത, വലിയ പേരൊന്നുമില്ലാത്ത ഒരു വീട്ടിൽ ഒതുങ്ങി ജീവിച്ചിരുന്ന മറിയയുടെ അടുക്കലേക്ക് ഇതാ ദൂതൻ വെളിപ്പെട്ട് വരികയാണ്. എന്നെ കേൾക്കുന്നവർ ഈ വാക്കിന്റെ ആഴം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം എന്ന് പറയുന്നത് അവൻ ദാവീദ് ഗോത്രത്തിൽ ജനിക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ പ്രവചന സന്ദേശം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 അധ്യായം 1 വാക്യം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 5 അധ്യായം 5 വാക്യം കൂടെ, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, വെളിപ്പാടിൽ ദാവീദിന്റെ വേരുമായവൻ ഇതാ ഏഷ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്ന് ഫലം വെളിപ്പെട്ട് വരുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവര്, വേരിൽ നിന്നാണ് മുള പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്നുകൂടെ ഒരു ആഴം നിങ്ങളെ വിളിച്ചു കാണിക്കുകയാണ്. ദാവീദിന്റെ ഗ്രഹത്തിൽ യോസെഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനും കൂടെ അവശേഷിക്കുമ്പോൾ, ബാക്കി എല്ലാ പേര് കേട്ടവരും പ്രശസ്തരും അവസാനിച്ച് നിൽക്കുമ്പോൾ, യോസെഫ് എന്ന ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി എഴുന്നേറ്റ് വരികയാണ്. യോസെഫ് മറിയയുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ആ ഉടമ്പടിയുടെ നടുവിൽ, ആ ബന്ധത്തിന്റെ നടുവിൽ സ്വർഗം ഒരു വലിയ ആഴത്തെ തുറക്കുകയാണ്. ഇതാ ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ ദാവീദിന്റെ ഗ്രഹത്തിൽ ശേഷിക്കുന്ന വേരിൽ നിന്ന് യേശു കർത്താവ് ജനിക്കുമെന്നുള്ള ദൂത് നിവർത്തീകരിക്കപ്പെടുകയാണ്. ആത്മാവിൽ വിളിച്ചു പറയാം, എന്നെ കേൾക്കുന്നവരെ, പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടും. ദൈവികമായ നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നന്മ കണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചാട്ടെ. ദൂതൻ മറിയോട് വന്ന് പറയാണ്, അവശേഷിക്കുന്ന ബന്ധത്തിൽ നിന്ന്, ആ മുളയിൽ നിന്ന് യേശു കർത്താവ് ആ ബന്ധത്തിൽ നിന്ന് ജനിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇനി നിങ്ങൾ മാത്രമായിരിക്കും ശേഷി, എല്ലാം തീർന്നതായിരിക്കും നിങ്ങൾ വിശ്വസിക്കുക. എന്നാൽ ദൂത് വെളിപ്പെട്ട് വരും, ദൂത് നിവർത്തിയാകും. ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളും ദൂത് കേട്ടവരാണെങ്കിൽ ഇതാ ഈ 25-ാം തീയതി കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക, ചിലത് നിവർത്തീകരിക്കപ്പെടും. ആഴമായ ചിന്തയിലേക്ക് വരുന്നു. 28 വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഇതാ ദൂതൻ അകത്ത് ചെന്ന് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ നിയമം അനുസരിച്ച് വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീ ആ വീട്ടിലെ ഏറ്റവും അകത്ത റൂമിലാണ് തൻ്റെ മണവാളന് വേണ്ടി, തന്നെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി കാത്തു ഒരുങ്ങി ജീവിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റെല്ലാവർക്കും അവളെ കാണുവാനോ മറ്റെല്ലാവരുമായിട്ട് അവൾക്ക് സംസാരിക്കുവാനോ ഒന്നും അവകാശമില്ല. കാരണം അവൾ ഒരുക്കപ്പെടുന്ന സ്ത്രീയാണ്. ഹല്ലേലൂയ. അതേപോലെ ഒരുങ്ങുന്ന മറിയയുടെ അടുക്കലേക്ക് എല്ലാവർക്കും കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥലത്തേക്ക് ദൂതൻ കയറി ചെല്ലുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മറ്റാർക്കും ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇതാ ദൂതൻ ഈ പകൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ദൂതൻ അവളുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വലിയവനായ ദൈവം ഈ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം കടമെടുത്ത് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൾ കൃപ ലഭിച്ചവളെന്ന് ബൈബിൾ വിളിച്ചു പറയുന്നു. കൃപ എന്ന പദത്തിന്റെ ആഴം അർഹിക്കാത്തത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. മറിയയുടെ ജീവിതത്തിനകത്ത് അർഹിക്കാത്ത തന്നെയാണ് അവൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. മറിയ തന്നെ വിളിച്ചു പറയുന്നു, എല്ലാ തലമുറകളും ഇന്നു മുതൽ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്നവരെ, ആ ഉദരത്തിനകത്ത് യേശു ജനിച്ചപ്പോൾ അവൾക്ക് കൃപ ലഭിച്ചു എങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം 16 വാക്യം പറയുന്നു, അവന്റെ നിറവിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഴം ശ്രദ്ധിച്ചോ. മറിയയുടെ ഉദരം യേശു കർത്താവ് കടമെടുത്ത് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൾക്ക് കൃപ ലഭിച്ചു എങ്കിൽ വലിയവനായ യേശു കർത്താവിൽ വിശ്വസിച്ച് അവന്റെ വീണ്ടെടുപ്പിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളും ഞാനും ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. ദൈവത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച നിങ്ങൾക്കും എനിക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. എത്ര പേർ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയും? എന്താണ് കൃപമേൽ കൃപ? വലിയവനായ ദൈവത്തിന്റെ, രാജാധി രാജാവിന്റെ മകനും മകളുമായി തീരുവാൻ ഒരു വലിയ പദവി എനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ പദവിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, എനിക്ക് വേണ്ടി ജീവൻ തന്നു, എന്നെ വീണ്ടെടുത്തു എന്നുള്ളതിൻ്റെ ആഴമേറിയ സ്നേഹത്തിനകത്ത് ഈ ഡിസംബർ 25-ാം തീയതി നിങ്ങൾ നന്ദി പറയാൻ തയ്യാറാകണം. മറ്റൊന്നും ലഭിച്ചില്ലേലും, ഈ ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും ലഭിച്ചില്ലേലും, ഈ പദവി കിട്ടിയെന്നുള്ള
എന്നുള്ള വലിയ ഉറപ്പിൽ ഈ പ്രഭാതത്തിൽ സന്തോഷിക്കാൻ തുടങ്ങണം. ഒരു മഹാസന്തോഷം. എൻ്റെ സന്തോഷത്തെ കെടുത്താൻ കഴിയുന്നില്ല. അറിയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, നിങ്ങൾ അനാഥരല്ല. വലിയവനായ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള പദവി തിരിച്ചറിയാമെങ്കിൽ നിറവിന്മേൽ, അവൻ്റെ നിറവിന്മേൽ നിങ്ങൾക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഞാൻ കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചവനാണ്. എൻ്റെ പിതാവ് വലിയവനായ ദൈവമാണ്. എനിക്ക് അങ്ങനെ ഒരു അവകാശം തന്ന ദൈവത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളും യേശുവിൽ വിശ്വസിച്ച് ഈ രക്ഷയെ സ്വീകരിക്കുവാനായിട്ട്, വലിയവനായ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ തിരിച്ചറിയുവാനായി, എന്നെ അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ഡിസംബർ 25-ാം തീയതി, ഈ ക്രിസ്മസ് ദിനത്തിൽ, യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ ദിവസത്തിൽ ഇവരുടെ പേര് മാറണമേ, ഇവരുടെ അനാഥത്വം മാറണമേ, ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരണമേ, വലിയ സന്തോഷം ഇവർ അനുഭവിക്കണം. യേശുവിൻ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്കും ഈ ദിവസങ്ങളിൽ വലിയ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആരെങ്കിലും ഈ സൂം മീറ്റിംഗ് ഇതുവരെയും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ആയിരങ്ങൾക്ക് അത് വിടുതലായി തീർന്നിട്ടുണ്ട്. നിങ്ങളും കടന്നു വരണമേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. 9072 എന്ന് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്നതാണ്. അതേപോലെ 811 വിളിച്ചാൽ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. 9072 എന്ന് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ മെസ്സേജുകൾ, നിങ്ങളുടെ വിഷയങ്ങൾ അറിയിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു സന്തോഷം ആശംസിച്ചുകൊണ്ട് നിങ്ങളേവരെയും കർത്താവ് മാനിക്കട്ടെ. ആമേൻ.